കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ച കേന്ദ്ര സർക്കാർ നടപടി ചോദ്യം ചെയ്തുള്ള കേരളത്തിന്റെ ഹർജി സുപ്രീം കോടതി ഇടക്കാല ഉത്തരവ് പറയാനായി മാറ്റി. ഹർജിയിൽ കേരളത്തിന്റെയും കേന്ദ്ര സർക്കാരിന്റെയും വാദം പൂർത്തിയായി. ജസ്റ്റിസുമാരായ സൂര്യകാന്ത്, KV വിശ്വനാഥൻ എന്നിവർ ഉൾപ്പെട്ട ബെഞ്ചാണ് കേരളത്തിന്റെ ഹർജിയിൽ വാദം കേട്ടത്. കേന്ദ്രം നൽകിയ കണക്കുകളെ കേരളം എതിർക്കുകയായിരുന്നു. കേന്ദ്ര സർക്കാർ ഇങ്ങനെ പെരുമാറുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല. ഫെഡറൽ ഘടനയെ തകർക്കുന്നതാണ് കേന്ദ്ര നിലപാടെന്നും കേരളം കോടതിയിൽ പറഞ്ഞു. അടിയന്തരമായി 20,000 കോടി രൂപ കടമെടുക്കാൻ അനുമതിക്ക് നിർദ്ദേശം നൽകണമെന്നാണ് കേരളത്തിന്റെ ആവശ്യം. കേരളത്തിന് മാത്രമായി പ്രത്യേക ഇളവ് നൽകാനാവില്ല എന്നാണ് കേന്ദ്ര സർക്കാരിന്റെ വാദം. സാമ്പത്തിക വർഷ അന്ത്യമായതോടെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് സംസ്ഥാനം കടന്നു പോകുന്നത്. സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കുന്നതിനുള്ള സംസ്ഥാനത്തിന്റെ ആവശ്യങ്ങൾ കേന്ദ്രം നിരസിക്കുകയായിരുന്നു. നിയമപ്രകാരം ലഭ്യമാകേണ്ടതിനപ്പുറം അനുമതിയാണ് കേന്ദ്ര സർക്കാരിനോട് കേരളം ആവശ്യപ്പെടുന്നതെന്ന് പറഞ്ഞാണ് കേരളത്തിന്റെ കടമെടുപ്പിനെ കേന്ദ്ര സർക്കാർ തടസ്സപ്പെടുത്തുന്നത്. വായ്പാ പരിധി വെട്ടിക്കുറച്ച നടപടി നിയമവിരുദ്ധം തന്നെയാണ്. സംസ്ഥാനത്തോടുള്ള കേന്ദ്ര സർക്കാർ നിലപാട് വിവേചനപരമാണ് എന്നും കേരളം വാദിച്ചു. മുതിർന്ന അഭിഭാഷകൻ കപിൽ സിബലാണ് കേരളത്തിന് വേണ്ടി ഹാജരായി വാദം അവതരിപ്പിച്ചത്. കടമെടുപ്പിൽ എല്ലാ സംസ്ഥാനങ്ങൾക്കുമായി ഏകീകൃത മാനദണ്ഡമാണ് നടപ്പിലാക്കുന്നത്. അതിൽ ഒരു സംസ്ഥാനത്തിന് മാത്രമായി ഇളവ് നൽകാനാവില്ല എന്നാണ് കേന്ദ്രത്തിന്റെ വാദം. ഏകീകൃത മാനദണ്ഡം വിവേചനമാണെന്ന് പറഞ്ഞ് കേരളത്തിന് കോടതിയെ സമീപിക്കാനാവില്ല. ധനകാര്യ മാനേജ്മെന്റ് ശരിയായി മുന്നോട്ട് കൊണ്ടുപോകാൻ കേരളത്തിന് കഴിഞ്ഞതുമില്ല. കേന്ദ്രം സഹായിച്ചില്ല എങ്കിൽ സ്വീകരിക്കേണ്ട പ്ലാൻ ബി കേരളം ബജറ്റിൽ തന്നെ പ്രഖ്യാപിച്ചിരുന്നു. ഈ സാഹചര്യത്തിൽ കേന്ദ്ര സർക്കാരിന്റെ സഹായം ഇല്ല എങ്കിലും കേരളത്തിന് മുന്നോട്ട് പോകാൻ സ്വന്തം വഴിയുണ്ടെന്നുമാണ് കേന്ദ്ര സർക്കാരിന്റെ നിലപാട്. ഒന്നല്ല രണ്ടെണ്ണം. 2 വലിയ ഷോറൂമുകളുമായി കല്യാൺ സിൽക്സ് എത്തുന്നു. ഉദ്ഘാടനം ശ്രീ പൃഥ്വിരാജ്. കോഴിക്കോട് മാർച്ച് 20-ന്, കൊല്ലം മാർച്ച് 25-ന്. കല്യാൺ സിൽക്സ്, തൊണ്ടയാട് ജംഗ്ഷൻ, മാവൂർ റോഡ്, കോഴിക്കോട്, ചിന്നക്കട, കൊല്ലം.